7. ഹൃദയപൂർവ്വം. മോഹൻലാൽ, സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഹൃദയപൂർവ്വം. റിലീസ് ചെയ്ത ആദ്യ ദിനം തന്നെ ചിത്രം 8.42 കോടി രൂപ കളക്ഷൻ നേടി. തുടർന്നുള്ള ദിവസങ്ങളിലും മികച്ച നേട്ടം കൈവരിച്ചു. ആഗോളതലത്തിൽ ചിത്രം 100 കോടിക്ക് മുകളിൽ നേടുകയും ഈ വർഷം തുടർച്ചയായി 50 കോടി ക്ലബിൽ ഇടം നേടുന്ന മൂന്നാമത്തെ മോഹൻലാൽ ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം. 6. കളങ്കാവൽ. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മമ്മൂട്ടി, വിനായകൻ, രജിഷ വിജയൻ, ഗായത്രി അരുൺ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഈ സിനിമ മികച്ച അഭിപ്രായം നേടി. 2025-ലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായി മാറി. ഈ ചിത്രത്തിലെ മമ്മൂട്ടിയുടെയും വിനായകന്റെയും പ്രകടനങ്ങൾ ഏറെ പ്രശംസിക്കപ്പെട്ടു. 17 ദിവസം കൊണ്ട് 80 കോടിയിലധികം ലോകമെമ്പാടുമുള്ള കളക്ഷൻ നേടി. 5. ഡിഎസ് ഈറെ. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ നായകനായ ഹൊറർ ത്രില്ലർ ചിത്രമായ ഡിഎസ് ഈറെ 2025 ഒക്ടോബർ 31-നാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ഭ്രമയുഗം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കിയ ചിത്രം എന്ന നിലയിൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഏകദേശം 25 കോടിയാണ് ബജറ്റ്. മികച്ച മൌത്ത് പബ്ലിസിറ്റിയും ഹൊറർ ചിത്രങ്ങൾക്കുള്ള പ്രേക്ഷകരുടെ താൽപര്യവും കളക്ഷൻ കൂടാൻ കാരണമായി. ആദ്യ വാരത്തിലെ കളക്ഷൻ 28 കോടിയും ആകെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 80 കോടിയുമായി.